ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഈ ഒരു ചാനലിൽ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ഷോർട്സ് വീഡിയോസ് ഒക്കെ ആയിരുന്നു, അതായത് മേക്കപ്പ് പ്രോഡക്ട്സിന്റെ റിവ്യൂസ് ഒക്കെ ആയിരുന്നു ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഐ തോട്ട് ഐ ഷുഡ് ഷെയർ സംതിങ് ഡിഫറെന്റ്. സോ ബൈ പ്രൊഫഷണലി ഞാനൊരു HR ആണ്, ദുബായിലെ ഒരു കമ്പനിയിൽ HR മാനേജറായിട്ട് ജോലി ചെയ്യാണ്. സോ വെരി റീസെന്റ് ഐ റിസൈൻ ഫ്രം മൈ ജോബ്. So almost 1.5 years I worked there, and after that I got resigned. So ഒന്ന് ബാക്കോട്ടേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ when I came first in UAE, I have many challenges and I face many problems and there are so many things. സോ ഇപ്പോഴത്തെ ഒരു സെനാരിയോയിൽ ഒരുപാട് ആൾക്കാർ നാട്ടിലിരുന്നും ഇവിടെ വന്നിട്ട് വിസയൊക്കെ എടുത്ത് വന്നിട്ടും നാട്ടിലിരുന്നിട്ട് തന്നെ ഇവിടേക്ക് ഒരുപാട് ജോബ്സ് ഒക്കെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട്, അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡയറക്റ്റ് ഇന്റർവ്യൂസിന് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഐ തോട്ട് ഒരു HR ഫീൽഡിൽ ഇരിക്കുന്ന ഒരാൾക്ക് കുറേയും കൂടി കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും. എങ്ങനെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യണം, ഇല്ലെങ്കിൽ എങ്ങനെയാണ് ജോലി കിട്ടാനുള്ള സാധ്യത, ഇല്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഫസ്റ്റ് UAE വരുമ്പോൾ ഫേസ് ചെയ്യേണ്ടി വരിക, ഇല്ലെങ്കിൽ എന്തൊക്കെ ലെസൺസ് ആണ് നമ്മൾ ലേൺ ചെയ്യേണ്ടി വരിക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഐ തോട്ട് ഐ ഷുഡ് ഷെയർ. ബിക്കോസ് ഒരു HR ഫീൽഡിൽ ഇരിക്കുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു കാര്യത്തെ പറ്റി ഷെയർ ചെയ്യാൻ പറ്റാമെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് UAE വന്ന സമയത്ത് ഒരു ജോബിന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ലേൺ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇല്ലെങ്കിൽ ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നിരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു, ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഐ ഹോപ്പ് UAE ഇല്ലെങ്കിൽ എബ്രോഡൊക്കെ ജോലി അന്വേഷിക്കുന്ന ആൾക്കാർക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ലോങ് വീഡിയോസ് ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറിയ സമയത്ത് ഞാൻ ഫേസ് ചെയ്തൊരു മേജർ ചലഞ്ചായിരുന്നു കൾച്ചറൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ കേരളത്തിലുള്ള ആൾക്കാർ തന്നെയായിരിക്കും, ഇല്ലെങ്കിൽ ഇന്ത്യൻ്റെ അകത്ത് തന്നെയുള്ള ആൾക്കാരായിരിക്കും നമ്മൾ മിങ്കിൾ ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ നമ്മുടെ കോവർക്കേഴ്സായിട്ട് വരിക. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരാണ്. ലൈക്ക് പാകിസ്ഥാനീസ് ഉണ്ടാവാം, ഫിലിപ്പീൻസ് ഉണ്ടാവാം, ഇറാനീസ് ഉണ്ടാവാം, ദെൻ ഇവിടെ UAE തന്നെയുള്ള ലോക്കൽസ് ഉണ്ടാകാം. അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് നാഷണാലിറ്റീസിലുള്ള ആൾക്കാർ അവരുടെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൾക്കാർ, ഡിഫറെൻറ്റ് നേച്ചർ ഓഫ് ആൾക്കാർ, ക്യാരക്ടർ, ബിഹേവിയർ, എവറിത്തിങ് ഈസ് ഡിഫറെൻറ്റ്. സോ ആ ഒരു കൾച്ചറൽ ഡിഫറൻസാണ് ആക്ച്വലി ഞാൻ ഫേസ് ചെയ്ത ഫസ്റ്റ് ചലഞ്ച് എന്ന് പറയുന്നത്. ബിക്കോസ് ബട്ട് അതൊരു ചലഞ്ചായിട്ട് കാണണമെന്ന് ചോദിച്ചാൽ കാണാം. അഡീഷണലി നമ്മൾ ഓട്ടോമാറ്റിക്കലി അവരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പം അവരുടെ കൾച്ചറും അവരുടെ ക്യാരക്ടറും അവരുടെ ബിഹേവിയറൊക്കെ നമുക്ക് ഓക്കെ ആയിട്ട് വരും. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ബാരിയറാണ്. ബിക്കോസ് ഇപ്പോൾ നമ്മളൊക്കെ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെങ്കിലും ഫോർ മീ ഇപ്പോൾ പഠിച്ചിരുന്ന കാലത്തൊക്കെ ഇംഗ്ലീഷിലാണ് ക്ലാസ്സസൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മളത്ര ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു പരസ്പരം സംസാരിക്കുന്നതിൽ ഇംഗ്ലീഷ് യൂസ് ചെയ്തിരുന്നില്ല. കുഞ്ഞായിരുന്നപ്പോൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ക്ലാസ്സിനുള്ളിൽ ഇംഗ്ലീഷ് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ 5 രൂപ ഫൈൻ, 10 രൂപ ഫൈൻ എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് മാക്സിമം മിണ്ടാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരിക്കലും ഇംഗ്ലീഷ് മാത്രം സംസാരിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വരുമെന്ന് അന്നൊന്നും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ ലാംഗ്വേജ് ബാരിയർ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഇത് തന്നെയാണ്. അപ്പോൾ ഇപ്പം നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷ് അറിയില്ലാത്ത ആളോടും നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം. പക്ഷേ UAE വന്നു കഴിയുമ്പോൾ ഇംഗ്ലീഷ് അറിയില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് പ്രിഫറൻസ് ആയിട്ട് ലാംഗ്വേജ് വരുന്നത് ഹിന്ദിയാണ്. നോർമലി നമ്മൾ മലയാളീസിനെ സംബന്ധിച്ച് ഹിന്ദിയുടെ കേസിൽ ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണ്, നമുക്ക് എഴുതാനും വായിക്കാനും അറിയാം, പക്ഷെ നമുക്ക് സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പം ഏറ്റവും വലിയ ലാംഗ്വേജ് ബാരിയർ എന്ന് പറയുന്നത് ആക്ച്വലി ഹിന്ദി തന്നെയാണ്. ഇംഗ്ലീഷൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും തട്ടിയും മുട്ടിയൊക്കെ നിൽക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അതേ രീതിയിലുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ ഓപ്പോസിറ്റൊക്കെ നിൽക്കാം. പക്ഷേ ഹിന്ദിയുടെ കേസിലോട്ട് വരുമ്പോൾ നമുക്ക് ആക്ച്വലി നോർമലി കൂടുതൽ മലയാളീസിന് അങ്ങനെ തന്നെയാണ്, എഴുതാനും വായിക്കാനും അറിയാം, പക്ഷേ പറയാനറിയില്ല. അപ്പോൾ ലാംഗ്വേജ് ബാരിയർ എന്ന് പറയുന്നത് ആക്ച്വലി
ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചലഞ്ചസ് ആയിരുന്നു ഫേസ് ചെയ്തത്. അതുപോലെ തന്നെ പിന്നെ ഞാൻ ഫേസ് ചെയ്തൊരു ചലഞ്ചസ് ആയിരുന്നു ഹൈ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ, ഒരു ജോലിക്ക് കയറി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കധികം ട്രെയിനിങ് പീരീഡോ ട്രയൽ പീരീഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വെരി ഫസ്റ്റ് ഡേയിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നു, ദെൻ വെരി നെക്സ്റ്റ് ഡേ മുതൽ നമ്മളുടെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നമുക്കൊരു ഹൈ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും നമ്മളെപ്പറ്റി. അപ്പോൾ എസ്പെഷ്യലി ഇൻ മൈ കേസിൽ വരുമ്പോൾ ഞാനൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഡീൽ ചെയ്യുന്നത്, HR ആൻഡ് പേറോൾ എന്ന് പറയുന്നത്. ആക്ച്വലി നമുക്ക് നാട്ടിൽ HR-ലും ഇല്ലെങ്കിൽ പേറോളിലും ഒക്കെ എത്ര മാത്രം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും UAE വന്നു കഴിയുമ്പം ഇറ്റ് ഈസ് ആൻ എൻറ്റയർലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. സോ അതൊരു നമ്മളെ പറ്റിയുള്ളൊരു ഹൈ എക്സ്പെക്റ്റേഷൻ നമ്മളെല്ലാം പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യും. ദ വെരി നെക്സ്റ്റ് ഡേ മുതൽ നമ്മളൊരു നോർമൽ UAE ഓൾറെഡി ഉള്ള ഒരു എംപ്ലോയിനെ പോലെ വർക്ക് ചെയ്യും എന്ന് ഒരു ഹൈ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഞാൻ ഫേസ് ചെയ്ത ഒരു ചലഞ്ചായിരുന്നു. മറ്റൊരു ഫേസ് ചെയ്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചലഞ്ചായിരുന്നു ആക്ച്വലി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് UAE ലേബർ ലോ എന്ന് പറയുന്നത്. ബിക്കോസ് നമുക്ക് നാട്ടിൽ ഒരു പേറോളോ സാലറിയോ പ്രോസസ്സ് ചെയ്യുന്നതിന് ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മളിവിടെ പ്രോസസ്സ് ചെയ്യുന്നത്. അതുമല്ല, നാട്ടിലില്ലാത്തൊരു പ്രോസസ്സാണ് വിസ പ്രോസസ്സ് ചെയ്യുക, എംപ്ലോയീസിൻ്റെ വിസ, അവരുടെ ലേബർ കോൺട്രാക്റ്റുകൾ കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതൊന്നും നാട്ടിൽ ആക്ച്വലി ഇല്ല. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു പുതിയൊരു അനുഭവമാണത്. അപ്പോൾ UAE ലേബർ ലോ അനുസരിച്ച് എങ്ങനെയാണ് ലേബർ പ്രോസസ്സ് ചെയ്യുക, വിസ പ്രോസസ്സ് ചെയ്യുക, എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ, അവരുടെ കംപ്ലൈൻസസ് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ ആക്ച്വലി ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള റോളായിരുന്നു. പിന്നെ പേഴ്സണലായിട്ടുള്ളൊരു ചലഞ്ചസ് ആയിരുന്നു ലൈക്ക് ഹോം സിക്നെസ് എന്ന് പറയുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് ആക്ച്വലി എനിക്കത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയില്ല. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് ഒരു ഹോം സിക്നെസ് വരുന്നുണ്ട്. ബിക്കോസ് ഇപ്പോൾ നാട്ടിലൊക്കെയാണ് നമ്മൾ ഫോർ മീ, ഇപ്പം ഞാൻ ജോലി ചെയ്തിരുന്നത് എറണാകുളത്തായിരുന്നു. മൈ ഹോം ഇസ് അറ്റ് വയനാട്. സോ അറ്റ്ലീസ്റ്റ് 1 or 2 months കൂടുമ്പോൾ ഞാൻ ഹോം വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പം 1 year or 2 year ഒക്കെ ഇൻ ബിറ്റ്വീനിലാണ് നമുക്കൊന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റുക. അപ്പം എല്ലാവരെയും മാറി വിട്ട് ഫാമിലീനെയൊക്കെ വിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ആക്ച്വലി ഐ എം സ്റ്റേയിങ് വിത്ത് മൈ ഹസ്ബൻഡ്, ബട്ട് സിംഗിളായിട്ട് വിസയ്ക്കൊക്കെ വരുന്ന ഒരുപാട് ലേഡീസും ജെൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു ജോലി അന്വേഷിച്ച് വന്ന് മേ ബി ഒരു വിസിറ്റ്, 2 വിസിറ്റ്, 3 വിസിറ്റൊക്കെ കഴിഞ്ഞിട്ടും ജോലി കിട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഹോം സിക്നെസ് എന്ന് പറയുന്നത് ആക്ച്വലി വെരി ഹൈ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് മെൻ്റലിയും ഫിസിക്കലി മാത്രമല്ല മെൻ്റലിയും കൂടെ സ്റ്റേബിൾ ആയാലും മാത്രമാണ് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മുടെ ബേസിക്കലി നമ്മുടെ ഒരു ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാന്ന് പറയും. അപ്പോൾ അതൊരു നമ്മൾ ബാലൻസ് ചെയ്യേണ്ട ഇല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ട ഒരു വലിയ ചലഞ്ച് തന്നെയാണ്. ഇത് ഒക്കെ ആക്ച്വലി ഞാൻ ഷെയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നാട്ടിൽ നിന്നൊരു ജോലിയൊക്കെ അന്വേഷിച്ച് ഇവിടെ വന്നു കഴിയുമ്പം ബേസിക്കലി നമ്മുടെ ഇമോഷൻസിനെയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിലൊന്നും ആരും ഡൗണായി പോവാതെ ഇതൊക്കെ ആയിരിക്കും നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ കൂടുതലായിട്ട് ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെയൊന്ന് അറിയാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. ബിക്കോസ് ഒരു എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ പറയുമ്പോൾ അതിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ടാവുമല്ലോ. സോ കമ്മിങ് വീഡിയോസിൽ ഞാൻ കുറച്ചും കൂടി ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ്, അതായത് എബ്രോഡ് ദുബായിലും UAE ഒക്കെ ജോബ് നോക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ബൈ.